എങ്ങനെയുണ്ട് ചൂട്? നമ്മളിപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കുട്ടീസിലാണ് റൂം എടുത്തത്. നമ്മൾ ഫസ്റ്റ് ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നല്ല കാറ്റുണ്ട്. തണുപ്പൊരു 15 ഡിഗ്രിയൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ റൂമിൽ നിന്ന് മൗണ്ടൻ കാണാൻ പറ്റും. മൗണ്ടൻ്റെ മേളിൽ സ്നോ ഉണ്ട്, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഇനി എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളത് ഇനി കാണാം. ഇതാണ് നമ്മളെ ടൂർ ഗൈഡ് മിസ്റ്റർ ഡേവിഡ്. ഹായ് അനൂപൻ ഫാമിലി. പിള്ളേര് സെറ്റ് എല്ലാം ബാക്കിൽ ഇട്ടേക്കാണ്. ഹലോ അരുൺ. അപ്പു കിച്ചു. വേർ ഈസ് അപ്പു ആൻഡ് കിച്ചു? ആ ടെറ്റ പൊങ്ങി വന്ന്. നല്ല പൈൻ ട്രീസ് ഒക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ. കുട്ടീസിൽ നിന്ന് ഒരു 2 hours ജേർണി ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. പോണ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്രാമപ്രദേശമായിട്ട് തോന്നും. നല്ല ഭംഗിയാണ് കാഴ്ചകൾ കണ്ട് പോകാനായിട്ട്. ഇരുവശവും നല്ല ഗ്രീനറിയും, പിന്നെ ഒരുപാട് പശുക്കളുണ്ട്, പിഗ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ഹോഴ്സ്. നമുക്കിതെല്ലാം ഇങ്ങനെ കണ്ടു പോകാം. സ്നോ മൗണ്ടനും ഒക്കെ നമുക്കിങ്ങനെ കണ്ടു പോകാൻ പറ്റും കേട്ടോ. അടിപൊളി വ്യൂ ആയിട്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയത്. അടിപൊളി സ്ഥലത്താണ്ടോ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ്ടോ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. പിക്ചേഴ്സിൽ കണ്ടിട്ടല്ലാതെ നല്ല ക്ലിയർ, നല്ല ഒഴുക്കുള്ള വാട്ടർ കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല കളറും പെബിൾസും. ഒരു സർപ്രൈസ് സംഭവമുണ്ട്. അത് കവർ ചെയ്യാനാണ് ഞങ്ങൾ കുട്ടീസിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു 2.5 hours ജേർണി. 2.5 hours അല്ല, 3 hours ജേർണി വന്നിട്ടുണ്ട്. ഇവിടെ സംഭവം കാണാനാണ് വന്നത്. ഈ ടൈപ്പ് പെബിൾസ് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ ഫുൾ ഇങ്ങനത്തെ കാണാൻ പറ്റുന്നത്. വെള്ളം നോക്ക്, അടിപൊളി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ആ അരുവിയും പെബിൾസും എല്ലാമായിട്ട് കണ്ണിന് നല്ല കുളിർമയുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മളവിടെ കാണാനായിട്ട് സാധിച്ചത്. ഹോട്ട് സ്പ്രിംഗാണ് ഇവിടെ ഉള്ളതിൽ. ചൂട് വെള്ളം എന്നാണ് പറയണത്. തൊട്ട് നോക്കിയിട്ടില്ല, തൊട്ട് നോക്കട്ടെ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൾഫർ ബാത്താണ് ആക്ച്വലി അത്. ജോർജിയയിൽ ഇഷ്ടം പോലെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഒത്തിരി മിനറൽസ് അടങ്ങിയ വാട്ടറാണത്. ഒരു റിലാക്സേഷന് വേണ്ടി നമുക്കതിൽ ബാത്തൊക്കെ ചെയ്യാം. ഒത്തിരി കല്ലുകളുണ്ട്. നമ്മൾ അതിൽ ചവിട്ടിയാൻ നടന്നത്. കാരണം വെള്ളം ഒഴുകി വരുന്നത് ഭയങ്കര ചൂടാണ്. നമുക്ക് ആ വെള്ളത്തിൽ കൂടി ചവിട്ടി നടന്ന് പോകാനൊക്കെ ഇതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഏരിയയൊക്കെ സ്ലിപ്പറിയുമാണ്. അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം അതിൽ കൂടി നടക്കാനായിട്ട്. Angkati yang gak matare. ഇവിടുന്ന് കുറച്ച് നീങ്ങിയായിട്ട് ഇതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ ഇരിക്കുന്നവരുണ്ടായിരുന്നു. ഇതിന് വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിനകത്ത് കയറി അവരിയ്ക്കും. ഒരു നാച്ചുറൽ ജാക്വസി ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ചൂട് കുറയും. ഇത്തിരിയും കൂടി ഒഴുകി വരുന്ന ഭാഗമാകുമ്പോഴത്തേക്കും.
അതിൻ്റെ രൂപം തന്നെ കാണാനായിട്ട് ഒരു അത്ഭുതമാണ്. ആക്ച്വലി അതൊരു നാച്ചുറലായിട്ട് ഉണ്ടായതാണ്, മാൻമെയ്ഡൊന്നുമല്ല. ആ ഒരു കെമിക്കൽ കണ്ടൻറ്റ് കൊണ്ട് അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതാണ്. ഒരു റോക്ക് പോലെ അവിടെ ഫോം ആയതാണ്. ഒരു മോൺസ്റ്റർ ലുക്കാണ് ആക്ച്വലി അതിന്. എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂടുള്ള നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് ആണത്. നാച്ചുറൽ ആയിട്ടുള്ള ചൂടുവെള്ളം. പുകയൊക്കെ വരുന്നുണ്ട് നല്ലപോലെ. ഇവിടെ അപ്പുറത്തെ അരുവി നല്ല തണുത്ത വെള്ളവും ഇവിടെ നല്ല ചൂടുവെള്ളവും. ആഹാ, അയ്യോ നല്ല ചൂട്. ഇങ്ങോട്ടൊന്ന് നോക്കി ഒരു ഫോട്ടോ എടുക്കാം. അയ്യോ എനിക്ക് അവിടെ നിന്നിട്ട് കാല് പൊള്ളും. ആ എങ്ങോട്ടൊന്ന് നോക്കിയാ ഒരു മിനിറ്റ് കൂടി. അതെ തെന്നുന്നുണ്ട്. ഈ ഹോട്ട് സ്പ്രിംഗ് ശരിക്കും ജോർജിയയിലെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. അപ്പോൾ ജോർജിയയിൽ വരുന്നവർ ആരും ഈ ഒരു ഡെസ്റ്റിനേഷൻ മിസ് ചെയ്യരുത്. അവിടെ ചിലവരൊക്കെ കയാക്കിങ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. അത് നല്ല ഒഴുക്കുള്ള ഒരു റിവറാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ തോന്നി. ഈ ഒരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ഇതുപോലെയുള്ള 2-3 സ്ഥലം കൂടി നമ്മൾ ഈ സെയിം ഡേ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.